بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പരിശുദ്ധമായ ഷഅബാൻ മാസത്തിൽ അനുഗ്രഹീതമായ സമയങ്ങൾ ആരാധനകൾ കൊണ്ട് ധന്യമാക്കുന്ന സത്യവിശ്വാസികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഇബാദത്തിനെ കുറിച്ച്, ഷഅബാൻ മാസത്തിന്റെ ഒരു പ്രത്യേകമായ ഇബാദത്തിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നു. മറ്റൊന്നുമല്ല, ഖുർആൻ പാരായണമാണ്. എവിടെ നിന്നാണ് ഷഅബാൻ മാസത്തിന്റെ ഈ പ്രാധാന്യത്തിൽ ഖുർആൻ പാരായണം ഇത്ര കണ്ട് കടന്നു വരുന്നു എന്ന തത്വം നാം മനസ്സിലാക്കിയത്? മഹാന്മാരായ സ്വഹാബത്തിന്റെ ജീവിതമാണ് ഈ ഉദ്ധരിക്കുന്നത്. മഹാന്മാരായ സ്വഹാബത്തെ കിറാം അവരുടെ ജീവിതത്തിൽ ഷഅബാൻ മാസത്തിൽ ഖുർആൻ പാരായണത്തിന് നൽകിയ പരിഗണന നാം ഒന്ന് പഠിച്ചാൽ, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റമളാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൽക്രമങ്ങൾക്ക് നാം എത്ര പ്രാധാന്യം നൽകുന്നുവോ ആ ഒരു പ്രാധാന്യം ഷഅബാനിൽ നൽകിയാൽ റമളാനിന്റെ പരിശീലനം എന്ന അർത്ഥത്തിൽ നമുക്ക് ഷഅബാൻ കൊണ്ട് റമളാൻ എളുപ്പമാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പൊതുവെ റമളാൻ മാസത്തിൽ ഖുർആൻ ഖത്മ് തീർക്കുന്ന, ഖത്മുൽ ഖുർആൻ പതിവാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ റമളാൻ ആവാൻ നിൽക്കേണ്ടതില്ല. ഷഅബാൻ മാസത്തിലെ ഖുർആന്റെ ഖത്തം തുടങ്ങാം. ഷഅബാൻ മാസത്തിലും ഖുർആന്റെ ഖത്തം നമുക്ക് ചെയ്യാവുന്നതാണ്. ഷഅബാൻ മാസത്തിൽ ഖുർആൻ ഖത്തം തീർക്കുന്ന സ്വഭാവം സ്വഹാബികളിലുണ്ട്, മഹാന്മാരിലുണ്ട്. ഷഅബാൻ മാസത്തിൽ ഖുർആൻ ഖത്തം തീർക്കുന്ന ആളുകൾക്കുള്ള ഒരു പ്രോത്സാഹനവും കൂടിയാണ് ഇന്നത്തെ നമ്മുടെ കൂടിക്കാഴ്ച. സർവശക്തനായ അള്ളാഹു നമ്മുടെ അറിവിലും നമ്മുടെ അമലിലും അവന്റെ പൊരുത്തം നൽകട്ടെ എന്ന് വീണ്ടും ദുആ ചെയ്യുകയാണ്. മഹാനായ ഇമാം ഇബ്നു റജബ് തങ്ങള് അദ്ദേഹത്തിന്റെ ലതായിഫുൽ മആരിഫിൽ ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരണി, സ്വഹാബികളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന്. സമാനമായ ഉദ്ധരണികൾ മഹാനായ ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങള് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അദ്ദേഹത്തിന്റെ ഗുനിയയിലും ഉദ്ധരിക്കുന്നുണ്ട്. മറ്റു അയിമ്മത്ത് ഉദ്ധരിക്കുന്നതും നമുക്ക് കാണാം. എന്താണ്? ഖുർആൻ പാരായണത്തിന് പ്രത്യേകമായ ഒരു സ്ഥാനം ഷഅബാൻ മാസത്തിൽ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. عن أنس رضي الله عنه قال كان المسلمون إذا دخل شعبان انكبوا على المصاحف فقرؤوها. അനസ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി പറയാണ്, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മുസ്ലിമീങ്ങൾ, അതായത് മഹാന്മാരായ സ്വഹാബത്ത്, ഇദാ ദഖല ശഅബാനു, ഷഅബാൻ മാസം സമാഗതമായി കഴിഞ്ഞാൽ, ഇൻകബ്ബു അലൽ മസാഹിഫി, മുസഹഫുകളിൽ അവർ മുഖം കുത്തി വീഴുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർ മുസഹഫിലാണ്, അവരുടെ മുഖം, അവരുടെ നോട്ടം ഖുർആൻ പാരായണത്തിൽ ലയിച്ചു. ഫഖറഊഹാ, അവർ മുസഹഫിൽ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക തന്നെ. അത്രത്തോളം സ്വഹാബികൾ ഷഅബാൻ വന്ന മുസഹഫിൽ നിന്ന് മുഖം തിരിക്കില്ല, മുസഹഫിൽ തന്നെയാണ് അവർ, മറ്റൊരു ചിന്തയില്ല. ഇങ്ങനെ നമുക്ക് മഹാന്മാർ ഉദ്ധരിക്കുന്നതായി കാണാം. അപ്പൊ സ്വഹാബികൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു നിർദ്ദേശമായിരിക്കാം അത്. ഇനി കാണാം, ഒഴിഞ്ഞിരുന്ന് പാരായണത്തിൽ ലയിച്ചിരുന്ന ഒരുപാട് മഹാന്മാരുണ്ട്. മഹാനായ ഹബീബ് ബിൻ അബി സാബിത്ത് റളിയല്ലാഹു അൻഹു ലതായിഫുൽ മആരിഫ് തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. ഹബീബ് ബിൻ അബി സാബിത്ത് റളിയല്ലാഹു അൻഹു ഷഅബാൻ മാസം വന്നു കഴിഞ്ഞാൽ എല്ലാവരോടും വിളിച്ചു പറയും, ഇത് ഖുർആൻ പാരായണത്തിന്റെ മാസമാണ്, എല്ലാവരും ശ്രദ്ധിക്കണേ എന്ന് വിളിച്ചു പറയുമായിരുന്നു. മഹാനായ അംർ ബിൻ ഖൈസിനൽ മലാഇ റഹ്മത്തുള്ളാഹി അലൈഹി ഷഅബാൻ മാസം വന്നാൽ തന്റെ പീടിക, അവിടുത്തെ കച്ചവടശാല, അവിടുത്തെ കട, അത് അടച്ചിട്ടിട്ട് മറ്റെല്ലാ ചിന്തകളിൽ നിന്നും ഒഴിഞ്ഞു മാറി നല്ലൊരു കച്ചവടക്കാരനാ, കച്ചവടമൊക്കെ നിർത്തും ഷഅബാൻ വന്നു കഴിഞ്ഞാൽ. റമളാൻ വന്നിട്ടാണ് നമ്മൾ ചില ആരാധനകൾക്ക് ഒരുങ്ങുക. ഈ മഹാൻ ഷഅബാൻ വരുമ്പോഴേക്കും കടയും കച്ചവടമൊക്കെ നിർത്തി വെച്ചിട്ട് ഖുർആൻ, മഹാനവറുകൾ ഒഴിഞ്ഞു നിൽക്കുന്നത് ഖുർആൻ പാരായണം എന്ന് പറയുന്ന അമൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഷഅബാൻ മാസത്തിൽ മഹാന്മാർ ഈ രീതിയിൽ ഒരു പരിഗണന ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു നിമിഷം നമ്മൾ ആലോചിക്കാം, നമ്മൾ ആരാണ്? നമ്മൾ മുസ്ലിമീങ്ങളാണ്. നമ്മൾ ഖബറിൽ പോകേണ്ടവരാ.
നമ്മൾ മരിച്ചാൽ തന്നെ നമ്മോട് ചോദിക്കപ്പെടുന്ന അതിപ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അല്ലാഹ് ആര്, നിന്റെ നബി ആര്, നിന്റെ ദീൻ ഏത് എന്ന് ചോദിക്കുന്ന കൂട്ടത്തിൽ നാലാമത് നമ്മോട് നമ്മുടെ ഖബറിൽ വെച്ച് മലക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വമാ ഇമാമുക്ക, നിന്നെ മുന്നിൽ നിന്ന് നയിച്ചത് ആര്, നിന്റെ ഇമാമ് ആര്. പരിശുദ്ധ ഖുർആനാണ് അതിന്റെ ആൻസർ. അത് നമ്മുടെ നാവിൽ വരണമെങ്കിൽ ആ ഒരൊറ്റ ആൻസർ ഏതൊരു ജീവിതമാണോ നമ്മുടെ മുന്നിൽ തരുന്നത്, ആ ജീവിതത്തിൽ നമുക്ക് ഖുർആനുമായുള്ള ബന്ധം എന്താ, ഖുർആൻ നമ്മുടെ മുന്നിൽ തരുന്ന ആത്മീയ ജീവിതത്തിൽ ഖുർആനുമായി നമ്മൾ മുസ്ലിമായി ജീവിക്കുന്നു എന്ന് പറയുന്നു, പക്ഷെ ഖുർആനുമായി നമുക്ക് എന്ത് ബന്ധമുള്ളത്? ഖുർആൻ ഒരു ദിവസമെങ്കിലും എടുത്തു നോക്കാനോ, ഖുർആനുമായി ഒന്ന് ഇടകലരാനോ, ഖുർആൻ ജീവിതത്തോട് ചേർത്ത് പിടിക്കാനോ? ഞാൻ ഖുർആൻ പാരായണം പതിവായി നടത്തുന്ന ഒരാളാണ്, അതിന്റെ ഒരു സംസ്കാരം എനിക്ക് ഉണ്ടാവണം. ഞാൻ എല്ലായിടത്തും കയറി വർത്താനം പറയാൻ പാടില്ല, ഈ നാവ് കൊണ്ട് ഞാൻ ഖുർആൻ ഓതുന്നതാണ്. ഈ ഒരു ആത്മബോധം നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിത്വമാണോ നമ്മൾ? ഒന്ന് ആലോചിച്ച് നോക്കാം. ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നാലാമത്തെ ചോദ്യം അല്ലാഹ് ആര്, നബി ആര്, ദീനേത്. നാലാമത്തെ ചോദ്യം വമാ ഇമാമുക്ക, നിന്റെ ഇമാം ആരാ? ഒരുപാട് ഖുർആൻ പാരായണം ചെയ്ത ആൾക്ക് നിഷ്പ്രയാസം പറയാൻ കഴിയും, എന്റെ ഇമാമ് അള്ളാഹുവേ ഖുർആനാ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നല്ല മറുപടി പറഞ്ഞ മലക്കുകളുടെ മുന്നിൽ ചിരിച്ചു മറുപടി പറയാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ. മാത്രമല്ല, ജീവിതത്തിന്റെ പുരോഗതിക്കും അഭിവൃദ്ധിക്കും ഖുർആൻ ഇല്ലാതെ പറ്റൂല. ഒരു മനുഷ്യന്റെ എല്ലാ ബറക്കത്തും അല്ലാഹു തആല ഖുർആൻ പാരായണവുമായി ബന്ധപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്തേ നമുക്കത് നേടാൻ കഴിയില്ലേ? ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ധാരാളം പുരോഗതി ഉണ്ടാവും. ഖുർആനിനെ ഒരാൾ അവഗണിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതം ഞെരുക്ക. അവഗണിക്ക എന്ന പ്രയോഗം പരിഗണിക്കാതിരിക്കുന്നു എന്നുള്ളതാണ് അവഗണന. നമ്മുടെ വീട്ടിലൊക്കെ ഖുർആൻ ഉണ്ട്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയളഉ ബിഹി ആഖരീൻ. ഈ പരിശുദ്ധ ഖുർആൻ കൊണ്ട് ഒരു വിഭാഗത്തെ അല്ലാഹു സമൂഹത്തിൽ ഉന്നതരാക്കിയിട്ടുണ്ട്, മറ്റൊരു വിഭാഗത്തെ അല്ലാഹു താഴ്ത്തി കളഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞ ഉന്നതർ എന്ന പദവിയിലെത്താൻ അല്ലാഹു ഈ പരിശുദ്ധ ഗ്രന്ഥം കൊണ്ട് നമുക്ക് സാധ്യമാക്കി തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ ഖുർആനെ പരിഗണിച്ചവരാണവർ. ഖുർആനെ പരിഗണിക്കണം, പാരായണം കൊണ്ടും ഖുർആന്റെ പഠനം കൊണ്ടും. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണിത്. നിങ്ങളുടെ കൂട്ടത്തിൽ ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകളിൽ ഏറ്റവും നല്ലവൻ എന്ന് പറയുന്നത്, നല്ലവൻ എന്നല്ല, ഏറ്റവും നല്ലവൻ, ഇനി അതിനപ്പുറത്തേക്ക് നന്നാവാൻ വേറൊന്നുമില്ല, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാ. അള്ളാഹു അതിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഖുർആനുമായൊരു ബന്ധത്തിന് റമളാന്റെ ഏറ്റവും വലിയ സുഹൃതമാണ് ഖുർആൻ പാരായണം എന്ന് നമ്മൾ ധരിച്ചവരും പഠിച്ചവരും അനുഷ്ഠാന പദങ്ങളിൽ ചെയ്യുന്നവരൊക്കെയാ. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ് റമളാൻ എന്നൊക്കെ ഖുർആന്റെ ആയത്തുകൾ വെച്ച് തന്നെ നമ്മൾ പുളകം കൊള്ളുന്നവരാ. ഖുർആൻ റമളാനുമായി ചേർന്ന് നിൽക്കുന്നു, ഖുർആൻ റമളാനിലാണ് അവതരണം ആയത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയവരാ. പക്ഷേ റമളാനിലേക്ക് ഖുർആൻ എടുക്കാൻ തീരുമാനിക്കില്ലേ? ഷഅബാനിലെ തുടങ്ങിയാൽ ആ റമളാനിൽ ഖുർആൻ കയ്യിൽ വരൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോ അങ്ങനെ വരുമ്പോ ജീവിതത്തിൽ ഈ വിശുദ്ധ ഗ്രന്ഥം കൊണ്ട് ഉന്നതരാവ എന്നത് നമ്മൾ ഇത് പാരായണം ചെയ്യുമ്പോഴാ. ഈജിപ്തിൽ വെച്ച് ഈജിപ്ഷ്യൻ പട്ടാളത്തോട് ബ്രിട്ടീഷ് സൈന്യം പരാജയപ്പെട്ടപ്പോൾ ആ കാലഘട്ടത്തിലെ 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വില്യംസ് ഗ്ലാഡ്സ്റ്റോൺ ഖുർആൻ നശിപ്പിക്കാനാ പറഞ്ഞത്. ഖുർആൻ കൊണ്ട് ആ സമൂഹത്തിലുണ്ടായ ഈജിപ്തുകാർക്കുണ്ടായ ആത്മീയമായ പ്രചോദനവും പ്രേരണയും ആവേശവും ബ്രിട്ടീഷുകാരന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വലിയ പ്രതിരോധമായി മാറിയിരുന്നു. ഖുർആൻ കൊണ്ട് സ്വഹാബികൾ ഉണ്ടാക്കിയ ആർജവമാണ്, മനക്കരുത്താണ്. മുന്നിൽ പട്ടിണിയും പരിവട്ടവും ഇല്ലായ്മയും ദാരിദ്ര്യവും ഒക്കെ വന്നിട്ട് തകർന്നിരിക്കുമ്പോഴും തളരലും തകരലും സംഭവിക്കാതെ ആ പ്രതിസന്ധി ഘട്ടത്തിൽ ആ ബദർ വിജയിക്കുന്നത് ഖുർആൻ കൊണ്ടുള്ള കരുത്താണത്. അത്രയും വലിയൊരു പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും മുന്നിലില്ല, എന്നിട്ട് നമ്മൾ ഖുർആൻ ഇല്ലാത്തത് കൊണ്ടാണ്. ഖുർആനിന് ഒരു മാസ്മരികമായ ഒരു പ്രത്യേകതയുണ്ട്. ഖുർആനിന്റെ അക്ഷരങ്ങളുടെ ക്രോഡീകരണം ഒരു മനുഷ്യ ശ്വസന നിശ്വാസത്തിനും മാനസിക ആരോഗ്യത്തിന്റെ ആനന്ദത്തിനും ഖുർആൻ ഒരു പ്രത്യേകമായ ഒരു ഘടനയിലാണ് അല്ലാഹു തആല അവതരിപ്പിച്ചിട്ടുള്ളത്. അത് വെറുതെ പാരായണം ചെയ്യലും കേൾക്കലും ആസ്വദിക്കലും ഒക്കെ ഒരു മനുഷ്യന്റെ ബോഡിയിൽ ധാരാളം പരോക്ഷമായ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് എന്നുള്ളതാണ്. മനസ്സിന് നല്ല കരുത്ത് കിട്ടും,
ശരീരത്തിന് നല്ല ആനന്ദം കിട്ടും. അള്ളാഹുവെ നിന്റെ കലാമ് ആസ്വദിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഷഅബാൻ മാസം സ്വഹാബികളുടെ ഒരു പ്രധാന അമലായിരുന്നു ഖുർആൻ പാരായണം. നമുക്ക് ഖത്മുൽ ഖുർആൻ ഓതാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. ഏതായാലും ജീവിതത്തിൽ ഖുർആനിനെ അവഗണിക്കുന്ന മനുഷ്യന് ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവും. ചില ആയത്തുകളിലേക്ക് നമുക്ക് കടന്നു വരാം. സൂറത്ത് ത്വാഹയുടെ 123, 124, 125 ആയത്തുകൾ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് നോക്കാം. ഖുർആനെ പരിഗണിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കാം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال اهبطوا منها جميعا بعضكم لبعض عدو فإما يأتينكم مني هدى فمن اتبع هداي فلا يضل ولا يشقى. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിൽ വരുന്ന സംഭവമാണ് പറഞ്ഞത്. ഇരുവരോടും, അത് നബിയോടും ഹവ്വ റളിയല്ലാഹു അൻഹയോടും അലൈഹിമുസ്സലാത്തു വസ്സലാം അല്ലാഹു തആല പറഞ്ഞു, ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ ഹിദായത്ത് വന്നാൽ ഹിദായത്ത് നിങ്ങൾ അവലംബിക്കണം, എന്നാൽ ഒരിക്കലും വഴിവിഴക്കില്ല. റബ്ബിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നൊരു നിർദ്ദേശം കൊടുത്തു. റബ്ബിന്റെ നിർദ്ദേശങ്ങൾ ആദം നബി മുതൽക്ക് ഭൂമിയിലുണ്ട്. എന്നാൽ പരിശുദ്ധമായ ആ നിർദ്ദേശത്തിന്റെ പരിപൂർണതയാണ് ഖുർആൻ. അള്ളാഹനെ ഓർക്കാനുള്ള ഏറ്റവും വലിയൊരു സ്മരണികയാണ് ഖുർആൻ. ഇനി പറയുന്ന വാക്ക് കേട്ടോളൂ. ആദം നബി മുതൽക്കുള്ള റബ്ബിന്റെ നിർദ്ദേശങ്ങൾ ഭൂമിയിലുണ്ടെങ്കിൽ അതിന്റെ പരിപൂർണതയായ ഖുർആനിനെ അവഗണിക്കുന്ന ഒരു അവസരം മനുഷ്യ ജീവിതത്തിൽ പാടില്ല. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ. അള്ളാഹുവിന്റെ പരിപാവനമായ ദിക്ർ, പരിശുദ്ധ ഖുർആൻ, അതിനെ ഒരാൾ പരിഗണിക്കാതെ ജീവിച്ചാൽ, അതിനെ അവഗണിച്ച് ജീവിച്ചാൽ അവന്റെ ജീവിതം ഞെരുക്കമാ, പ്രയാസമാ, ബറക്കത്തില്ലാത്തതാ. എന്താണ് ഈ ആയത്തുകളുടെ പ്രത്യേകത? ആദം നബിയുടെ ചരിത്രത്തിൽ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിച്ച 1-2 സംഭവങ്ങൾ നമുക്കറിയാം. സ്വർഗത്തിൽ നിന്ന് പുറത്തു വന്നത്, അവിടെ അല്ല എന്ന സ്മരണ, റബ്ബ് എന്ന ഓർമ്മ പഴം കഴിക്കുന്ന നേരത്തുണ്ടായില്ല. അതിന്റെ പേരിൽ അനുഭവിച്ച ജീവിതത്തിന്റെ പ്രയാസങ്ങളെയാണ് ആദ്യത്തെ ആയത്തിൽ പറഞ്ഞത്. രണ്ടാമത്, അന്ന് മുതൽക്ക് അള്ളാഹു കൊടുക്കുന്ന മനുഷ്യകുലത്തിന്റെ ആത്മീയമായ നേതൃത്വം, നിയന്ത്രണം അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളാണ്. ആ നിർദ്ദേശങ്ങളുടെ പരിപൂർണതയായ ഖുർആനിനെ ഇന്നൊരാൾ അവഗണിച്ചാൽ അതിന്റെ തിക്തഫലം എന്തായിരിക്കും? ഞെരുക്കത്തിൽ ആണ്ടുപോയ ജീവിതം, ഞെരുങ്ങി ജീവിക്കേണ്ടി വരും. അള്ളാഹു നമുക്ക് വിശാലത നൽകട്ടെ. അള്ളാഹു നമുക്ക് വിശാലത നൽകട്ടെ. മാത്രമല്ല, മഹ്ശറയിലേക്ക് കൊണ്ടുവരുന്നത് വളരെ വേദനാജനകമായ അവസ്ഥയാണ്. അപ്പൊ നമ്മൾ ഇല്ലായ്മയും വിഷമങ്ങളും ഒക്കെ മാറാൻ, നമ്മുടെ ജീവിതത്തിൽ പുരോഗതിയും അഭിവൃദ്ധിയും ഉണ്ടാവാൻ ഖുർആൻ പാരായണം എന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹു നമ്മെ പരിഗണിക്കുമെന്നതാണ് സൂറത്ത് ത്വാഹയുടെ ഈ ആയത്തുകൾ നമ്മുടെ മുന്നിൽ വെക്കുന്നത്. നമുക്ക് ഷഅബാൻ മാസത്തിൽ ആ ഒരു സ്വഭാവം ഉണ്ടാവണം, തുടങ്ങണം. കൂടുതലായി നിലവിലുള്ളവർ കൂടുതലായി അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങണം. അതായത് ഖുർആൻ പാരായണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പരമാവധി ഖുർആൻ ഓതാ, ഹൃദയ സാന്നിധ്യമൊക്കെ ഉണ്ടാവും അമൽ ചെയ്യുമ്പോൾ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ വാക്കുകൾ കൊണ്ടുള്ള ഒരു തസ്കിയത്ത് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അള്ളാഹു കൂടുതൽ തരട്ടെ. ഇനി നമ്മൾ സാധാരണ പറയുന്നത് ഖുർആൻ പാരായണത്തിന് സമയം കിട്ടാറില്ല എന്നാ പറയാറ്. അതും പടച്ചോനറിയാം, അതും റബ്ബിനറിയാം. തിരക്കാണെന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഖുർആൻ പാരായണം. നമ്മൾ സാധാരണ തിരക്ക് പറയാറ് 2 കാര്യത്തിലാണ് നമ്മൾ തിരക്ക്. ഒന്ന്, മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമ്പാദിക്കുന്നിടത്താ തിരക്ക്. 2, നമ്മുടെ ലൈവ് സമ്പത്ത്, ഇപ്പൊ നിലവിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമ്പത്തിന്റെ, സാമ്പത്തിക വിഷയത്തിന്റെ, ജോലിയുടെ നിലവിലെ വർത്തമാന സാഹചര്യമാണ് നമ്മൾ രണ്ടാമത് തിരക്ക് എന്ന് പറയുന്നത്. ഈ 2 തിരക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം നാശത്തിലേക്ക് പോവാൻ പാടില്ല എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആന്റെ ഉപദേശം കേട്ടോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക
ഹുമുൽ ഖാസിറൂൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ തിരക്കിലാവല്ലേ. ലാ തുൽഹിക്കും, നിങ്ങൾ തിരക്കിലായി പോവല്ലേ. നിങ്ങളുടെ സമ്പത്തിന്റെ പേരിലും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയുള്ള സമ്പാദനത്തിന്റെ പേരിലും നിങ്ങൾ തിരക്കിലായി പോവല്ലേ. അൻദിക്രില്ല, അള്ളാന്റെ ദിക്ർ ആകുന്ന ഖുർആനിനെ അവഗണിച്ചുകൊണ്ടൊരു തിരക്കിലേക്ക് നിങ്ങൾ പോവല്ലേ. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ശഅബാൻ മാസം ഈ ഒരു ഉപദേശം നമ്മുടെ മുന്നിൽ വെക്കുന്നുണ്ട്. ഖുർആനിനെ അവഗണിക്കല്ലേ എന്ന ഉപദേശം. കാരണം ഖുർആൻ റമദാനിന്റെ പ്രധാന അമല, ശഅബാൻ അതിന്റെ പരിശീലന. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളൂ. ഖുർആനിനെ അവഗണിക്കുന്ന രീതികൾ പലപ്പോഴുമുണ്ട്. പണം മുടക്കുന്നവരുണ്ട് അതിനു വേണ്ടി. ഖുർആനിനെ അവഗണിക്കുന്നിടത്ത് പണം മുടക്കുന്നവരുണ്ട്. ഖുർആൻ പാരായണത്തിന് നമ്മൾ സമയം കണ്ടെത്തുന്നില്ല, എന്നിട്ട് നമുക്ക് സമയമില്ല എന്ന് നമ്മൾ പറയാം. അള്ളാഹു ഇമാം ഷാഫിഈക്ക് കൊടുത്ത സമയം തന്നെയാണ് റളിയല്ലാഹു അൻഹു നമുക്കും തന്നിട്ടുള്ളത്. ആ മഹാൻ എത്ര അമല് ആ സമയം കൊണ്ട് ചെയ്തു. നമുക്കും അതേ 24 മണിക്കൂർ തന്നെയാണ് ഒരു ദിവസത്തിന് തന്നിട്ടുള്ളത്. ആ മഹാന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന, ഇമാം നബവിയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന 7 ദിവസം തന്നെയാണ് ആഴ്ചയിൽ ഇന്നും നമുക്കുള്ളത്. അവരൊക്കെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കി, ഒരുപാട് ദർസ് നടത്തി, ഒരുപാട് ഇൽമിന് വേണ്ടി ജീവിച്ചു, ആത്മീയത ചെയ്തു, ചാരിറ്റി ചെയ്തു, നന്മകൾ ചെയ്തു, രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചു, പകൽ ഒരുപാട് ഇബാദത്തുകൾ ചെയ്തു, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു, സമൂഹത്തിൽ നല്ല പേരോടുകൂടെ ജീവിച്ചു, ഒക്കെ ചെയ്തു. അതേ ഒരാഴ്ച നമ്മുടെ മുന്നിൽ 7 ദിവസം സമ്മാനിക്കുമ്പോൾ നമ്മൾ എന്താ സമ്പാദിച്ചത്? അതേ ഒരു മാസം നമ്മുടെ മുന്നിൽ 30 ദിവസം തീർക്കുമ്പോൾ നമ്മൾ എന്താ സമ്പാദിച്ചത്? നമ്മൾ പറയും നമുക്ക് സമയമില്ലാന്ന്. നമ്മെക്കാളും തിരക്കലായിരുന്നു അവര്, എന്നിട്ടും അവരേറെ നാളത്തേക്ക് വേണ്ടി സമ്പാദിച്ചു. നമ്മൾ പറയുന്നത് എന്താ? നമുക്ക് സമയമില്ല എന്ന. അങ്ങനെയല്ല, അള്ളാഹു തന്ന സമയത്തെ ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് എനിക്കില്ല എന്നതാണ് അതിന് ശരിയായ ഒരു പ്രയോഗം. അള്ളാഹു നമുക്ക് തന്ന സമയത്തെ ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് നമുക്ക് ഇല്ല എന്നത്, നമുക്ക് സമയം കിട്ടിയില്ല. ആര് തന്നില്ല? അള്ളാഹു തന്നില്ല. കിട്ടിയില്ല എന്ന് പറയുമ്പോ തന്നില്ല എന്നാണല്ലോ അതിനർത്ഥം. തരാതിരുന്നതാരാ? അള്ളാഹു തന്നത് ഇല്ല എന്ന് പറഞ്ഞാ നമ്മള് പടച്ചോനെ തന്നെ പഴി പറഞ്ഞിട്ടാ നമ്മുടെ ഒരു കഴിവുകേടിന് നമ്മൾ ന്യായം പറയുന്നത്. എന്നാൽ കേട്ടോളൂ, അള്ളാഹുവിന്റെ കലാമിനെ അവഗണിക്കുന്ന രീതികളിൽ പലരും പണം മുടക്കാറുണ്ട്. അതും ഖുർആൻ പറഞ്ഞു. ഇതെല്ലാം അതിലുണ്ടല്ലോ. വിനോദത്തിന്റെ പേരില് ജീവിതത്തിന്റെ ചില പച്ചയായ കാര്യങ്ങൾ ഖുർആൻ തുറന്നു പറയുന്നുണ്ട്. വിനോദം, കളി, തമാശ. ഇന്ന് തമാശയില്ലാത്ത, കോമഡി ഇല്ലാത്ത ഒന്നും സമൂഹത്തിന് വേണ്ട. ഒരു കോമഡി വേണം ഇവിടെ. അല്ലെ തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ മുന്നിലൂടെ മാധ്യമങ്ങൾ തീർക്കുന്ന, മീഡിയകൾ തീർക്കുന്ന തരംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ചിരിക്കാനുള്ള വകുപ്പല്ലേ? എത്രയോ റിയാലിറ്റി ഷോകൾ പുതിയതുണ്ടായിട്ടുണ്ടാവും ഇപ്പോ ചിരിയുമായി ബന്ധപ്പെട്ട്. ചിരിക്കാൻ കഴിയാത്ത വഴുത് കേൾക്കാൻ ആളുകളില്ല. മുസ്ലിയാർ ചിരിപ്പിക്കും, തമാശ പറയുമെങ്കിൽ മാത്രമേ. സംഘാടകർ വഴുതിനൊക്കെ ചെല്ലുമ്പോൾ നമ്മളോടൊക്കെ പറയേ, ഇത്തിരി തമാശയൊക്കെ ആയിക്കോട്ടെ, ആളുകൾക്ക് ബോറടിക്കരുത്. എന്ത് ബോറടിക്കുന്ന കാര്യം? അങ്ങനെയൊക്കെ പറയുന്നൊരു പ്രവണതയിലേക്ക് സമൂഹം ചിന്തിച്ചു തുടങ്ങി. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഏതായാലും ഞാൻ അതിലേക്ക് കൂടുതൽ വരുന്നില്ല. ജനങ്ങൾ പണം കൊടുത്തു വാങ്ങും അള്ളാന്റെ ദിക്റാകുന്ന ഖുർആനിനെ അവഗണിക്കാനുള്ള മാർഗങ്ങളെ ഖുർആൻ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിനൻ നാസി മൻ യസ്തരി ലഹ്വൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽം വയത്തഖിദഹാ ഹുസ്വാ ഉലൈക ലഹും അദാബും മുഹീൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മാർഗവും വിട്ട് വഴിതെറ്റിപ്പോകാൻ വേണ്ടി കളി വിനോദങ്ങളും തമാശകളും ചിലര് കാശു കൊടുത്തു വാങ്ങും. അവരതിനെ ഒരു ചിരിക്കുടുക്കയായി, ഒരു ചിരിക്കാനുള്ള മാർഗമായി, സന്തോഷത്തിന് മാത്രമുള്ള മാർഗമായി, എന്റർടൈൻമെന്റായി അവർ ഒഴിഞ്ഞിരിക്കും. അള്ളാഹു പറയുന്നു, ആ രീതിയിലുള്ളൊരു ജീവിതമാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഉലൈക ലഹും അദാബു മുഹീൻ, അദാബ് വരാനുണ്ട്. പടച്ചോൻ കാക്കട്ടെ, അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്താനുള്ള ആലോചന നടത്തേണ്ട മാസമാണ് പരിശുദ്ധമായ ശഅബാൻ മാസം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ 1-2 ഹദീസുകൾ പറയാം, കേട്ടോളൂ. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, നമ്മളൊക്കെ ജീവിതത്തിൽ കുറച്ചൊക്കെ ഖുർആൻ ഓതുന്ന ആളല്ലേ. ഞാൻ ഇന്നലെ രാത്രി
സൂറത്തുൽ മുൽക്ക് ഓതിയിരുന്നു, സൂറത്തുൽ വാഖിഅ ഓതിയിരുന്നു, സൂറത്ത് യാസീൻ ഓതിയിരുന്നു. അങ്ങനെ പലതും ഇന്നലെ രാത്രി ഓതി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇന്ന് സുബഹി കഴിഞ്ഞു ഓതി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുന്ന ആളുകൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മളതൊക്കെ ഓതുന്നവരാണെങ്കിൽ, ഖുർആൻ പാരായണം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മളൊരു പ്രത്യേകമായ നിലവാരത്തിലാണ് ജീവിക്കുന്നത് എന്നതാണ് അതിനർത്ഥം. ഖുർആൻ പാരായണം ചെയ്ത് ജീവിക്കുന്ന ആള്, ഖുർആൻ പാരായണം സ്വഭാവമായിട്ടുള്ള ആള് യഥാർത്ഥത്തിൽ ഒരു നിലവാരത്തിലാണ് ജീവിക്കുന്നത് എന്ന് അവൻ മനസ്സിലാക്കണം. ആ നിലവാരത്തിനനുസരിച്ചുള്ള, ഏത് നിലവാരം, എങ്ങനെ ഉണ്ടായ നിലവാരം? ഖുർആൻ പാരായണം ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരാളാടോ ഞാൻ. അപ്പൊ ആ ഒരു നിലവാരം, ഖുർആൻ ഓതുന്നവനാണ് താൻ എന്ന ആ ഒരു നിലവാരം അവന്റെ മറ്റു സമയങ്ങളിൽ അവൻ നിലനിർത്തണം. ഖുർആൻ നന്നായിട്ട് ഓതുകയും ചെയ്യും, ഏറ്റവും കൂടുതൽ സിനിമയും വന്ന് കാണും. ഖുർആൻ നന്നായിട്ട് ഓതുകയും ചെയ്യും, ഏറ്റവും കൂടുതൽ ഗീബത്തും പറയും. അത് രണ്ടും കൂടി പറ്റൂല. നമുക്ക് എപ്പോഴും നമ്മെ പറ്റി ഒരു ഓർമ്മ ഉണ്ടാവണം. നമ്മൾ ആരാ? ഞാൻ ദിവസവും ഖുർആൻ ഓതുന്ന ഒരാളല്ലേ ഞാൻ. അതുകൊണ്ട് അത് ആളുകളോട് പറഞ്ഞുകൊണ്ട് എടുക്കരുത്. അത്രയും ഒരു നിലവാരം എൻ്റെ വർത്താനത്തിലും എൻ്റെ പ്രവൃത്തിയിലും എൻ്റെ ചിന്തയിലും ഉണ്ടാവണം. കാരണം എന്താ? ഞാൻ ആ ഓതിയത് എനിക്ക് നാളെ കിട്ടാനുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു ക്വാളിറ്റി. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു കഷായം കുടിക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആയുർവേദത്തിന്റെ മരുന്ന് കഴിക്കുന്ന ആളാണെങ്കിൽ, വൈദ്യര് പറഞ്ഞിട്ടുണ്ടാവും താങ്കൾ ഒരു ആയുർവേദത്തിന്റെ ട്രീറ്റ്മെന്റിലാണ്, അതുകൊണ്ട് ഇന്ന വിശ്രമങ്ങൾ തനിക്ക് നിർബന്ധമായും വേണം. താൻ ചെയ്യുന്ന ആ മരുന്ന്, സേവിക്കുന്ന ആ മരുന്ന് ഫലിക്കണമെങ്കിൽ ഇന്നത് ഒഴിവാക്കണം. ഇറച്ചി, മീനൊക്കെ ചിലപ്പോൾ ഒഴിവാക്കേണ്ടി വരും. അങ്ങനെ ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കാം, ചില പുതിയ വ്യായാമങ്ങൾ ചെയ്യേണ്ടി വരും. കാരണം ആ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആരോഗ്യം നിലനിൽക്കാൻ അനിവാര്യമായ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കുന്നവരാണ്. എന്നാൽ കേട്ടോളൂ, ഞാൻ ഇനി പറയാൻ പോകുന്ന ഹദീസ്, നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ പാരായണം ഉണ്ട് എങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു നിലവാരത്തിലായിരിക്കണം നമ്മുടെ വാക്ക്, പ്രവൃത്തി, ജീവിതം പോവേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനുള്ള ഒരു ഉപദേശം ഷഅബാൻ മാസം നമുക്ക് തരാം. നമ്മൾ നന്നായി അതോടുകൂടെ. അൻ അലി റളിയല്ലാഹു അൻഹു قال رسول الله صلى الله عليه وسلم من قرأ القرآن فاستظهره فأحل حلاله وحرم حرامه أدخله الله الجنة وشفعه في 10 من أهل بيته كلهم قد وجبت لهم النار. പടച്ചോനെ, എന്തൊരു വർത്തമാനാണിത്! ഹബീബ് പഠിപ്പിക്കുകയാണ്, ഒരാള് ഖുർആൻ പാരായണം ജീവിതത്തിൽ ഉള്ളവനാണ്. ആ ഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ, ആ സ്വഭാവം അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ തരട്ടെ. ഒരാള് ജീവിതത്തിൽ ഖുർആൻ പാരായണം ഉള്ള ആളാണ്. ഫസ്തദ്ഹറഹു, ഖുർആൻ പാരായണം ചെയ്തു കൂട്ടൽ മാത്രമല്ല, പാരായണം ചെയ്യുന്നവനാണ് എന്ന നിലവാരം സൂക്ഷിച്ച് ജീവിക്കുന്ന ആളാണ്. അതെങ്ങനെ? ഫഅഹല്ല ഹലാലഹു വഹറമ ഹറാമഹു, ഹലാലും ഹറാമും തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന, തെറ്റ് ചെയ്യാതെ ഖുർആൻ പാരായണത്തിന്റെ പ്രചോദനം കൊണ്ടും പ്രേരണ കൊണ്ടും നന്മയും തിന്മയും വകതിരിച്ചറിഞ്ഞ് സൂക്ഷിച്ച് ജീവിക്കുന്ന ആളാണ് എങ്കിൽ ഉറപ്പായിട്ടും ആ മനുഷ്യനെ അല്ലാഹു സ്വർഗ്ഗത്തിൽ എത്തിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി അദ്ഖലഹുല്ലാഹുൽ ജന്ന, അവനെ അല്ലാഹു സ്വർഗ്ഗത്തിൽ എത്തിച്ചു കഴിഞ്ഞു. സ്വർഗ്ഗത്തിലെത്തിയാലോ കേട്ടോളൂ, ഖുർആൻ പാരായണം കൊണ്ട് അവനുണ്ടാക്കിയെടുത്ത റബ്ബിന്റെ മുന്നിലുള്ള സ്ഥാനം നോക്കിക്കോളൂ. അവനിപ്പോൾ സ്വർഗ്ഗത്തിലെത്തിയല്ലോ. എന്നാൽ അവന്റെ കുടുംബക്കാരിൽപ്പെട്ട 10 പേരെ സ്വർഗ്ഗത്തിലെത്തിക്കാൻ അല്ലാഹുവോട് അവന് ശഫാഅത്ത് ചെയ്യാനുള്ള യോഗ്യത അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവൻ ശഫാഅത്ത് ചെയ്താൽ 10 പേർക്ക് അല്ലാഹു സ്വർഗ്ഗം കൊടുക്കും. ഇവന്റെ ജീവിതത്തിൽ ഉണ്ടായ പുണ്യം ഖുർആൻ ജീവിതത്തെ അലങ്കരിച്ചു എന്നുള്ളതാണ്. ഇവൻ റെക്കമെൻഡ് ചെയ്താൽ 10 പേര് സ്വർഗ്ഗത്തിൽ വരും. ആ 10 പേരും കുല്ലുഹും ഖദ് വജബത് ലഹുമുന്നാർ, അവർ ഉറപ്പായിട്ടും നരകത്തിലേക്ക് പോകേണ്ടവരായിരുന്നു. അങ്ങനെ നരകമുറപ്പായ 10 കുടുംബക്കാരെ സ്വർഗ്ഗത്തിലെത്തിക്കാൻ ഇവന് കഴിയും. ഇവന്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും വലിയ ഇബാദത്ത് ഖുർആൻ പാരായണമായിരുന്നു. മന്ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അല്ലാഹു അനുവാദം തന്നാൽ അല്ലാഹുവിന്റെ മുന്നിൽ ആർക്കും ശഫാഅത്ത് ചെയ്യാമെന്ന് ആയത്തുൽ കുർസിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. ഫഇന്നഹു ശാഫിഉൻ ലിസ്വാഹിബിഹി,
ഷഫീഉൻ ലിസാഹിബിഹി, തീർച്ചയായും ഖുർആൻ പാരായണം അത് നടത്തിയ ആൾക്ക് ശുപാർശയ്ക്ക് കാരണമായി വരുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ പാരായണം കൊണ്ട് കിട്ടുന്ന നേട്ടം അതാണ്. ഇനി കേട്ടോളൂ, ഹബീബായ നബി തങ്ങൾ എന്താണ് ഇതിന്റെ പ്രതിഫലം പടച്ചോനെ, ഈ ഖുർആൻ പാരായണത്തിന്റെ പ്രതിഫലം കേട്ടോളൂ. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു, മജാലിസുൽ അൻവാർ രേഖപ്പെടുത്തുന്നു, ഹബീബ് പഠിപ്പിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഖറഅൽ ഖുർആന വഹുവ ഫിസ്സലാ, ഖുർആൻ ഓതുമ്പോൾ ഇരട്ടി പ്രതിഫലം എന്നാ നമ്മൾ പറയാറല്ലേ. ഒരു അക്ഷരത്തിന് 10 നന്മയാ രേഖപ്പെടുത്ത ഹദീസിൽ കൃത്യമായി തന്നെ ഉള്ളതാണ്. സ്വഹീഹിന്റെ കിതാബുകളിലുണ്ട് ഹദീസ്. അലിഫ് ലാം മീം എന്നത് 3 അക്ഷരമാണ് എങ്കിൽ 30 നന്മയാണ് അള്ളാഹു രേഖപ്പെടുത്ത എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അലിഫ് ലാം മീം, അലിഫ് ലാം മീം, ഈ 3 അക്ഷരത്തിൽ 30 നന്മ, 30 നല്ല കാര്യം ചെയ്ത കൂലി അള്ളാഹു രേഖപ്പെടുത്തുമെന്ന് സിഹാഹിന്റെ കിതാബിലുണ്ട് ഹദീസ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലിഫ് എന്നതിന് 1 നന്മ, അലിഫ് എന്നതിന് 10 നന്മ, ലാമിന് 10 നന്മ, മീമിന് 10 നന്മ, അലിഫ് ലാം മീം 30 നന്മ. ഖുർആൻ പാരായണത്തിൽ ഒരക്ഷരത്തിന് 10 നന്മ, ഒരക്ഷരത്തിന് 10 നന്മ. അപ്പൊ യാസീനൊക്കെ ഓതുമ്പോ എത്ര നന്മയായിരിക്കും. ഒരക്ഷരത്തിന് 10 നന്മ എന്നാ കേട്ടോളൂ. ഞാൻ ഇനി പറയാൻ പോകുന്ന ഹദീസിൽ 10 നന്മയല്ല. മൻ ഖറഅൽ ഖുർആൻ, ഒരാൾ ഖുർആൻ ഓതിയത് വഹുവ ഫിസ്സലാ, അവൻ നിസ്കാരത്തിലാണ് ഖുർആൻ ഓതിയത് എങ്കിൽ നിസ്കാരത്തിൽ ഓതുന്ന ഖുർആൻ പാരായണത്തിന് കിട്ടുന്ന കൂലി, ഖുർആൻ നീ പാരായണം ചെയ്തത് നിസ്കരിച്ചു കൊണ്ടാണ് എങ്കിൽ കാന ലഹു ബികുല്ലി ഹർഫിൻ മിഅതു ഹസനാ, ഒരക്ഷരത്തിന് 10 ഇരട്ടി കൂലിയല്ല 100 ഇരട്ടി കൂലിയാ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് ഈ മഹാന്മാരൊക്കെ നിസ്കരിച്ചുകൊണ്ട് ഒരുപാട് ഖുർആൻ ഖത്തം തീർത്തിട്ടുണ്ട്, നിസ്കാരത്തിലായി ഖത്തം തീർത്തിട്ടുണ്ട്. ഖുർആൻ നിസ്കാരത്തിൽ ഓതുക എന്നതിന് റാഹത്ത്, അതിന്റെ ഒരു റാഹത്ത് നമുക്ക് അങ്ങോട്ട് കിട്ടിയാൽ, ഒരു അക്ഷരത്തിന് ഖുർആൻ നിസ്കാരത്തിലാണ് നമ്മൾ ഓതുന്നത് എങ്കിൽ ആ നിസ്കാരത്തിൽ ഓതിയ ഖുർആനിന്റെ ഒരു അക്ഷരത്തിന് 100 നന്മയാണ് അള്ളാഹു നൽകുക എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയുന്നുണ്ട് ചില മഹാന്മാരെ കുറിച്ച്, അവരൊക്കെ എത്ര നന്മയായിരിക്കും അപ്പോ നേടിയത്. നിസ്കരിച്ചുകൊണ്ട് ഓതുന്ന, നിസ്കാരത്തിലായിട്ട് ഓതുന്ന ഖുർആൻ പാരായണത്തിന് ഒരക്ഷരത്തിന് 100 നന്മയാണ്. നീ കേട്ടോളൂ, ഹബീബ് പഠിപ്പിക്കുന്നു, ഒരാളിനി ഓതിയത് നിസ്കരിക്കുമ്പോ സ്വാഭാവികമായി നിസ്കാരത്തിലാണ് എന്നതും ഒളു ഉണ്ടാവും എന്നുള്ളതും ഒരു പരിഗണന അതിലുണ്ട്. ഒളു ഉണ്ടാവുക, നിസ്കരിക്കണമെങ്കിൽ ഒളു വേണമല്ലോ. ഇനി കേട്ടോളൂ, വമൻ ഖറഅൽ ഖുർആന അലാ ഗൈരി വുളൂഇൻ, വമൻ ഖറഅൽ ഖുർആന അലാ, വമൻ ഖറഅൽ ഖുർആന ഫീ ഗൈരി സ്വലാത്തി അലാ വുളൂ, നിസ്കരിച്ചപ്പോഴല്ല ഖുർആൻ ഓതിയത്, പക്ഷെ ഒളുവോടുകൂടെയാണ് ഖുർആൻ ഓതിയത് എങ്കിൽ ഓരോ അക്ഷരത്തിനും അള്ളാഹു 25 നന്മയാ രേഖപ്പെടുത്ത എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. നിസ്കരിച്ചപ്പോഴല്ല ഖുർആൻ ഓതിയത്, അല്ലാതെ ഓതിയതാ, പക്ഷെ ഒളു ഉണ്ടായിരുന്നു. ഒളുവോടുകൂടി ഖുർആൻ ഓതിയാൽ അള്ളാഹു തആല 25 നന്മയാ ഒരക്ഷരത്തിന് നൽകാം. ഇനി കേട്ടോളൂ, വമൻ ഖറഅൽ ഖുർആന അലാ ഗൈരി വുളൂഇൻ, ഒളു ഇല്ല, നിസ്കാരത്തിലുമല്ല, സാധാരണ ഒരാൾ ഖുർആൻ ഓതിയതാണ്. അങ്ങനെ ഓതിയാൽ, അതായത് കാണാതെ ഓതിയതാണ്, അല്ലാതെ ഓതുന്ന ഖുർആൻ പാരായണത്തിൽ ഒരക്ഷരത്തിന് 10 നന്മ, ഒരക്ഷരത്തിന് 10 നന്മ എന്നുള്ളിടത്ത് 100 നന്മ. അപ്പൊ നമുക്ക് ഖുർആൻ ഓതുമ്പോൾ 100 ഇരട്ടി പ്രതിഫലം കിട്ടാൻ നിസ്കാരത്തിലായി നമ്മൾ ഖത്തമുൽ ഖുർആൻ ഓതുമ്പോ, അല്ലെങ്കിൽ വേണ്ട ഷഅബാൻ മാസത്തിൽ ഖുർആൻ പാരായണം യഥേഷ്ടം ഉണ്ടാവണം. അതിപ്പോ ഖത്തമ് തന്നെ ആവണമെന്നില്ല. നമ്മൾ കാണാതെ അറിയാവുന്ന ഭാഗങ്ങൾ തന്നെ പരമാവധി നിസ്കരിക്കുമ്പോൾ അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഓതുമ്പോ നിസ്കാരത്തിലൂടെ നടക്കുന്ന ഓത്തിന് 100 ഇരട്ടി പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുക. ഖുർആൻ ഓതുമ്പോൾ 100 ഇരട്ടി പ്രതിഫലം കിട്ടാൻ ഇങ്ങനെ ഒരു മാർഗം ഷഅബാൻ മാസത്തിൽ നമ്മൾ പഠിച്ചു വെക്കുക. അള്ളാഹു നമ്മുടെ അറിവിൽ ബർക്കത്ത് നൽകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല, കണ്ടോളൂ. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഹബീബായ നബിതങ്ങളുമായി കിട്ടിയ ഒരു സന്ദർഭത്തിൽ, തനിച്ച് കിട്ടിയ റസൂലുള്ളാഹിനെ ഹബീബായ നബിതങ്ങളുമായുള്ള യാത്രയിൽ തനിച്ച് കിട്ടിയപ്പോൾ പലതും പങ്കുവെക്കാൻ കിട്ടിയ സന്ദർഭത്തിൽ മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഹബീബിനോട് പറഞ്ഞു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹദ്ദിസ്നി ബി ഹദീസ്, ഹദ്ദിസ്നാ ബി ഹദീസ്, യാത്രയാണ്, അങ്ങയെ തനിച്ച് കിട്ടിയ ഒരു സന്ദർഭമാണ്, ഒരു ഹദീസ് പഠിപ്പിച്ചു തരുമോ നബിയെ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ ഹബീബായ നബിതങ്ങൾ ചോദിക്കും,
ചോദിക്കുകയാണ്, നന്തഫിഉ ബിഹി, അങ്ങൊരു ഹദീസ് പറഞ്ഞു തന്നാൽ ആ ഹദീസ് കൊണ്ട് ഞങ്ങൾക്ക് പ്രയോജനം കിട്ടണം. അങ്ങനെ ഒരു ഹദീസ് പറഞ്ഞു തരുമോ? ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് 6 നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാൻ. കേട്ടോളൂ, 6 നേട്ടങ്ങൾ ജീവിതത്തിലുണ്ടാവാൻ, 6 നേട്ടങ്ങൾ ജീവിതത്തിലുണ്ടാവാൻ. മഹാനായ മുആദ് ബിൻ ജബൽ എന്ന സ്വഹാബിയോട് റസൂലുള്ളാഹി പറയാണ്, 6 നേട്ടങ്ങൾ ജീവിതത്തിലുണ്ടാവാൻ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്തോളൂ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഞാൻ പറയാം. ഇദാ ഇൻ അറത്തും ഐശ സുഅദാഇ, മഹാന്മാരായ പാരത്രിക ലോക വിജയികളായ സ്വാലിഹീങ്ങളുടെ ജീവിതം ഭൂമിയിൽ കിട്ടണമെങ്കിൽ ഒന്നാമത്തെ നേട്ടതാണ്. വമൗത ശുഹദാഇ, ഷഹീദന്മാരുടെ പദവിയിലുള്ള മരണം കിട്ടണമെങ്കിൽ. വന്നജാത യൗമൽ ഹശ്രി, മഹ്ശറയിൽ വെച്ച് രക്ഷപ്പെടാൻ കഴിയണമെങ്കിൽ മൂന്നാമത്തെ നേട്ടം. നാലാമത്തെ നേട്ടം മഹ്ശറയിൽ വെച്ചുകൊണ്ട് അർശിന്റെ തണൽ കിട്ടണമെങ്കിൽ. മാത്രവുമല്ല ഹിദായത്തിൽ ലലാലത്തിൽ നിന്നും ഹിദായത്ത് കിട്ടണമെങ്കിൽ നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ പതിവായി പാരായണം ചെയ്യണേ. ഫഅദീമു ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം പതിവായി ചെയ്യണേ. പതിവായി ചെയ്യാന്നുള്ളടത്തൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എല്ലാ ദിവസവും ചെയ്യാൻ എന്നൊരു അർത്ഥമുണ്ട് അതിന്. എല്ലാ ദിവസവും ഒരേ സമയം തന്നെ പരമാവധി കീപ്പ് ചെയ്യാൻ നോക്കുക. രാവിലെ ആണ് ഓതുന്നെങ്കിൽ രാവിലെ തന്നെ ഓതി ശീലിക്കുക, അതും പതിവാക്കുക. രാവിലെ എന്നത് പതിവ്, ദിവസവും ഉണ്ടാവുക എന്നതും പതിവ്. ഇങ്ങനെ 2 പതിവുണ്ട്. ഇശാ മഗ്‌രിബിന്റെ ഇടയിലാണ് പാരായണം ചെയ്യുന്നതെങ്കിൽ ആ ടൈം തന്നെ കീപ്പ് ചെയ്യുക, ആ ടൈം പതിവാക്കുക. അതുപോലെ എല്ലാ ദിവസവും ചെയ്യുക എന്ന പതിവാക്കലും ഉണ്ടാവാം. ഇങ്ങനെ 2 അർത്ഥത്തിൽ പതിവാക്കലുണ്ട്. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു. ഒന്നാമത്തേത്, പരലോകം വിജയിക്കുന്ന സ്വാലിഹീങ്ങളായ ആളുകളുടെ ജീവിതം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, ഷഹീദന്മാരുടെ പദവിയിലുള്ള മരണം കിട്ടണമെങ്കിൽ, മഹ്ശറയില് രക്ഷപ്പെടണമെങ്കിൽ, അതുപോലെ തന്നെ വഴികേടിത്തരത്തിൽ നിന്നും ലലാലത്തിൽ നിന്നും ഹിദായത്ത് നിലനിൽക്കണമെങ്കിൽ 4. അതുപോലെ തന്നെ ശൈത്വാനിൽ നിന്നും കാവൽ കിട്ടണമെങ്കിൽ 5. 6. ഫിൽ മീസാൻ എന്ന തുലാസിൽ നന്മക്ക് ഭാരം കൂടുതൽ കിട്ടണമെങ്കിൽ. ഇങ്ങനെ 6 നേട്ടങ്ങൾ ഒന്നും കൂടി പറയാം. ഒന്നാമത്തേത്, മഹാന്മാരായ ആളുകളുടെ സ്വാലിഹീങ്ങളുടെ ജീവിതം കിട്ടണമെങ്കിൽ ഒന്നത്. രണ്ടാമത്തേത്, ശുഹദാക്കളുടെ മരണം പോലെയുള്ള മരണം കിട്ടണമെങ്കിൽ, ആ പദവിയിലുള്ള മരണം കിട്ടണമെങ്കിൽ 2. മൂന്നാമത്തേത്, മഹ്ശറയിൽ വെച്ചിട്ട് രക്ഷപ്പെടണമെങ്കിൽ. നാലാമത്തേത് വഴികേട് തരത്തിൽ നിന്നും ലലാലത്തിൽ നിന്നും ഹിദായത്തിലേക്ക് എത്തണമെങ്കിൽ. 5. പിശാചിൽ നിന്നും കാവൽ കിട്ടണമെങ്കിൽ. 6. മീസാനിൽ നന്മയ്ക്ക് ഭാരം കൂടുതൽ കിട്ടണമെങ്കിൽ. ഈ 6 നേട്ടം കിട്ടണമെങ്കിൽ ഫഅദീമു ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം നിങ്ങൾ ദായിമാക്ക എന്ന് പറഞ്ഞാൽ 2 അർത്ഥത്തിലാണ്. ഒന്ന്, എല്ലാ ദിവസവും പാരായണം ചെയ്യുന്ന ആ സമയത്തെ പരമാവധി പതിവാക്കി ആ സമയത്ത് തന്നെ പാരായണം ചെയ്യുക. അതിൽ കൂടുതലും ചെയ്യാവുന്നതാണ്. ഏതായാലും പതിവുള്ളത് പതിവായി തന്നെ പോകണം. 2, ഒരു ദിവസവും മുടങ്ങാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഈ പതിവാക്കൽ സംഭവിക്കട്ടെ എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയട്ടെ, ജീവിതത്തിൽ ഖുർആൻ ഹരമായി മാറിയ ചില മഹാന്മാരെ കുറിച്ച്, അത്ഭുതങ്ങളെ കുറിച്ച് നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ഇമാം ബൈഹഖിയുടെ ശുഅബുൽ ഈമാനിൽ അത്ഭുതപ്പെടുത്തിയ ഒരു വ്യക്തിയുണ്ട്. മഹാനായ ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബുൽ ഈമാനിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്. മഹാനായ മൻസൂർ ബിൻ സാദാൻ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു വലിയൊരു മഹാനെ കുറിച്ച് ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബുൽ ഈമാനിൽ പറയുന്നുണ്ട്. മഹാനായ മൻസൂർ ബിൻ സാദാൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത, യഖ്തിമുൽ ഖുർആന ഫീ ശഹരി റമളാന 20 വ100 മറ. റമളാൻ മാസം വന്നു കഴിഞ്ഞാൽ മൻസൂർ ബിൻ സാദാൻ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പരിശുദ്ധ റമളാനിൽ ആ ഒരു മാസത്തിൽ 120 ഖത്തം തീർക്കുമായിരുന്നു. 120 ഖത്തം. ഇനി കേട്ടോളൂ, മഹാനവറുകളുടെ പേരക്കുട്ടി പറയുന്നുണ്ട്, അലി ഇബ്നു ഉസാം എന്ന് പറയുന്ന പേരക്കുട്ടി പറയുന്നു, വകാന ലാ യുസ്മഉ മിൻഹു ഇല്ലാ ഫീ വഖ്തിൻ ലാ യുസല്ലി ഫീഹി. ഖുർആൻ പാരായണം മൂപ്പര് ഓതുന്ന ശബ്ദം കേൾക്കാതിരിക്കുന്നത് മൂപ്പര് നിസ്കരിക്കാത്തപ്പോ മാത്രം. അതായത് മൂപ്പര് ഓതിയ ഖുർആൻ മുഴുവനും നിസ്കരിച്ചുകൊണ്ടാണ് ഓതിയത്. അല്ലാഹുവേ, ഈ ഹദീസ് എവിടെ ഉണ്ട്? ഈ സംഭവം ഇമാം ബൈഹഖിയുടെ ശുഅബുൽ ഈമാനിൽ ഇപ്പോഴും നമുക്ക് കാണാം. അല്ല, എന്റെ വക പറഞ്ഞതല്ല. 120 ഖത്തൊക്കെ ഒരു മാസം കൊണ്ട് ഒരാൾ ഓതോ ഉസ്താദെ? അപ്പൊ ഒരു ദിവസം എത്ര ഖത്ത് ഓതണം?
4 ഖത്തം. 4 ഖത്തം ഒരു ദിവസം ഓതണം. ഒരു ദിവസം പകല് 2 ഖത്ത് ഓതണം, രാത്രി 2 ഖത്ത് ഓതണം. അപ്പൊ 4 ഖത്തായി. അങ്ങനെ 40 ഖത്താവണമെങ്കിൽ 10 ദിവസം ആവണം. 3 12, 120 ഖത്താവണമെങ്കിൽ 30 ദിവസം. അപ്പൊ ഒരു ദിവസം പകല് 2 ഖത്തം, രാത്രി 2 ഖത്തം. ഇതൊക്കെ നിസ്കാരത്തിലൂടെയാണ് ഈ മഹാൻ തീർത്തത്. എങ്ങനെയാണ് ഉസ്താദ് ഇതൊക്കെ സാധ്യമാകുന്നത്? ഈ മഹാൻ നിരന്തരമായി നിസ്കാരവും നടന്നു, നിസ്കാരത്തിലുള്ള ഓത്തും നടന്നു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു അക്ഷരത്തിന് 100 നന്മ 100 ഇരട്ടി പ്രതിഫലം എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒരക്ഷരത്തിന് 100 ഇരട്ടി പ്രതിഫലം എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിച്ചാൽ, ഇത്രയും ഖത്തം നിസ്കാരത്തിലൂടെ ഒരാൾ തീർത്തപ്പോ അദ്ദേഹത്തിന് എത്രമാത്രം കൂലിയാ കിട്ടുന്നത്. അതും പരിശുദ്ധ റമളാനിന് ഇരട്ടി പ്രതിഫലം കിട്ടുന്ന സന്ദർഭം. ഇമാം ബൈഹഖിയുടെ ശുഅബിൽ ഇപ്പോഴും ഈ ഹദീസ് കാണാം. സ്വാഭാവികമാണ് ഒരു സംശയം, ഒരു ജുസു ഓതാൻ അരമണിക്കൂർ വേണം. അങ്ങനെയെങ്കിൽ ഒരു ഖത്തം തീർക്കാൻ 15 മണിക്കൂർ വേണ്ടി വരും. ഇത് നമ്മുടെ കാര്യമാണ് പറഞ്ഞത്. അല്ലാഹു തആല മഹാന്മാരുടെ മുന്നിൽ സമയത്തെ ചുരുക്കി കൊടുക്കും. വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കുക എന്നത് അല്ലാഹുവിന്റെ ബാധ്യതയാണെന്ന് പരിശുദ്ധ ഖുർആനാ പറഞ്ഞത്. ബൽക്കീസിന്റെ കൊട്ടാരത്തിലെ സിംഹാസനത്തെ സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിൽ എത്തിച്ചത് നമ്മെ സംബന്ധിച്ചിടത്തോളം JCBയും ടിപ്പറും ഒക്കെ കൂടി വന്ന്, ക്രെയിനൊക്കെ വന്നു കഴിയുമ്പോൾ കുറെ സമയം പിടിക്കും, 1 വർഷമൊക്കെ വേണ്ടി വരും ചിലപ്പോൾ. അത് ആസഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നത് കണ്ണ് ചിമ്മി തുറക്കുന്ന നേരം കൊണ്ടാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയ ഭാരമുള്ള കാര്യം അള്ളാഹു എളുപ്പമാക്കി കൊടുത്തു. വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, ഒരു നന്മ ചെയ്യാൻ നമ്മൾ ഇറങ്ങിയാൽ അതിൽ അള്ളാന്റെ സഹായം ഉണ്ടാവുമെന്നുള്ളത് തീർച്ചയാണെങ്കിൽ ഖുർആൻ ഓതുക എന്ന ഈ മഹത്തായ നന്മയ്ക്ക് നമ്മൾ ഇറങ്ങിയ അള്ളാഹു സഹായിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കാണാം മറ്റൊരു അത്ഭുതം. മഹാനായ ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ്. ആ ഹദീസിന്റെ പ്രത്യേകത ഉണ്ട്. ഇബ്നു ഹജർ തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഇസ്നാദുൻ സ്വഹീഹുൻ, സ്വഹീഹായ ഹദീസാണ്. عن السائب بن يزيد رضي الله عنه أن عثمان بن عفان رضي الله عنه قرأ القرآن ليلة في ركعة لم يصل غيرها. ഒരു റക്അത്തിൽ ഖുർആൻ മൊത്തവും ഓതുമായിരുന്നു മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഫത്ഹുൽ ബാരിയിൽ ഹദീസ് ഉണ്ട്, ഒരു റക്അത്തിൽ ഖുർആൻ മൊത്തവും ഓതും. കൈ അങ്ങ് കെട്ടി ഫാത്തിഹ ഓതി അൽ ബഖറയിലേക്ക് അങ്ങ് കയറിയ പിന്നെ ഒന്നും അറിയില്ല. നിസ്കാരത്തിലാ ഖുർആനിൽ അങ്ങനെ ലയിക്കും. സുബഹി വരെ ഒരു റക്അത്ത്. ആ ഒരു റക്അത്ത് വിത്റായിരുന്നു എന്ന് പോലും ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ചർച്ചയുണ്ട്. അതുകൊണ്ട് വിത്ർ നിസ്കാരം ഒരു റക്അത്ത് നിസ്കരിക്കുന്ന ആളുകളെ പിന്തുണച്ചുകൊണ്ടുള്ള ചില നിയമങ്ങളൊക്കെ ഈ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് വന്നിട്ടുള്ളത്. മഹാന്റെ വഫാത്ത് പോലും നോക്കൂ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖുർആനിനോടുള്ള ബന്ധമാണ് ആ വഫാത്ത് സൂചിപ്പിക്കുന്നത്. ആ മഹാൻ വഫാത്താകുന്നത് വെട്ടേറ്റ് വീഴുമ്പോ മഹാനവറുകളുടെ ഒരു തുള്ളി രക്തം സൂറത്തുൽ ബഖറയുടെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് മഹാനവറുകൾ വഫാത്താകുന്നത്. ശത്രു വെട്ടി ഒരു തുള്ളി രക്തം സൂറത്തുൽ ബഖറയുടെ 137-ാമത്തെ ആയത്തിൽ ഫസയക്ഫീകഹുമുല്ലാഹ് എന്ന ഒരു ഭാഗം വരുന്നുണ്ട്. ആ വചനത്തിലാണ് ആ രക്തം വീണത്. ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഖ്തദൗ വഇൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ശിഖാഖ് ഫസയക്ഫീകഹുമുല്ലാഹ് വഹുവസ് സമീഉൽ അലീം. ഈ ആയത്ത് ഓതുമ്പോഴാണ് വെട്ടുകൊള്ളുന്നത്. ഫസയക്ഫീകഹുമുല്ലാഹ് എന്ന വചനത്തിൽ മഹാന്റെ രക്തം വീണിട്ടുണ്ട്. ഇനി കാണാം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. കേട്ടോളൂ, മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. അടുത്ത അത്ഭുതം ഇമാം നവവി അവിടുത്തെ ശറഹുൽ മുഹദ്ദബിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഒരു മാസത്തിൽ 60 ഖത്തം തീർക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ പകല് ഒരു ഖത്തം, രാത്രി ഒരു ഖത്തം, 60 ഖത്തം തീർക്കുമായിരുന്നു. എവിടെയുണ്ട്? മജ്മുഅ, ഇമാം നവവിയുടെ മജ്മുഅ, അതായത് ശറഹുൽ മുഹദ്ദബിന്റെ മുഖദ്ദിമയിൽ ഇത് പറയുന്നുണ്ട്. ഇമാം നവവി പറയുന്നുണ്ട്. അപ്പൊ ഇമാം ഷാഫിഈ റമളാൻ വന്നു കഴിഞ്ഞാൽ അതിൽ ഒരു ഖത്തം നിസ്കരിച്ചുകൊണ്ടാ തീർക്കാം. ഇതൊക്കെ മഹാന്മാരുടെ ജീവിതത്തിൽ സാധ്യമായതാണ്. നമുക്ക് ഷഅബാൻ മാസത്തിൽ സാധ്യമാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു കാൽമേൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ ഒരു ചൊൽ മുതലായി മൂവാണ്ട് കാത്തോവർ. ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ളുഹർ കഴിഞ്ഞാൽ ഖുർആൻ പാരായണം ഇങ്ങനെ നിരന്തരം നടത്തും. 7 ഖിറാഅത്തുകൾ കൊണ്ട് അമ്മാനമാടുന്ന അത്ഭുതം ആസ്വദിച്ചുകൊണ്ട് ഖുർആൻ ഓതാം.
മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ഈ സംഭവം, ലോഹർ നിസ്കാരം കഴിഞ്ഞാൽ ഖുർആൻ പാരായണത്തിന്റെ ഒരു മാസ്മരിക പ്രകടന, 7 ഖിറാഅത്തുകൾ വെച്ചിട്ട് ആസ്വദിച്ചു ഖുർആനെ വല്ലാതെ മഹാനവറുകൾ ആസ്വദിച്ച് പാരായണം ചെയ്യുമായിരുന്നു. എല്ലാ ദിവസവും ഒരു ഖത്ം തീർക്കാൻ പരമാവധി മഹാനവറുകളുടെ ജീവിതത്തിൽ അതിന്റെ ഒരു സാന്നിധ്യം കാണപ്പെട്ടിട്ടുണ്ട്. അബൂ ഹസൻ അലി അന്നദവി സാഹിബിന്റെ റിജാലുൽ ഫിക്രി വദ്ദഅവത്തി ഫിൽ ഇസ്ലാം എന്ന് പറയുന്ന കിതാബിന്റെ 1-ാം ഭാഗത്തിൽ ഇത് രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ, മഹദി അവരുടെ ജീവിതത്തിൽ എത്രയോ 100 കണക്കിന് ഖത്മുൽ ഖുർആൻ, 1000 ഖത്മുൽ ഖുർആൻ ഓതി. അവസാനം നോമ്പോടുകൂടെ സൂറത്തുൽ അൻആം ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് വഫാത്തായത്. ജീവിതത്തിൽ പകർത്താൻ ഖുർആൻ പാരായണത്തിന്റെ പ്രത്യേകമായ പ്രോത്സാഹനം ഉണ്ടായിട്ടുള്ള ഈ ശഅബാൻ മാസത്തിൽ നമുക്ക് സാധ്യമാവാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. എല്ലാ നന്മകളിലും കൂടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്